2017 ഓസ്കാർ അവാർഡുകളിൽ 14 നോമിനേഷനുകളുമായി സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയാണ് ലാ ലാ ലാൻഡ്. റയൻ ഗോസ്ലിംഗ് അവതരിപ്പിച്ച സെബാസ്റ്റ്യൻ്റെയും എമ്മ സ്റ്റോൺ അവതരിപ്പിച്ച മിയയുടെയും പ്രണയത്തെപ്പറ്റിയും ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്ന കഥയാണ്. ഒരു പഴയ ഹോളിവുഡ് സിനിമ സ്റ്റൈലാണ് ഈ ചിത്രം പിടിക്കുന്നത്. പിന്നെ ഈ സിനിമ ഒരു മ്യൂസിക്കലായതിനാൽ പാട്ടിനും ഡാൻസിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. ഇതിൻ്റെ സംവിധായകൻ ഡേമിയൻ ഷസീർ തൻ്റെ കോളേജ് റൂംമേറ്റ് ജസ്റ്റിൻ ഹെർവിറ്റ്സിനൊപ്പം 2010 ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുന്നത്. അതായത് സിനിമ ഇറങ്ങുന്നതിനും 7 വർഷം മുന്നേ. സംവിധായകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതനുസരിച്ച് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ നിന്നും ഫൈനൽ സിനിമയിലേക്ക് ആകെ വന്നൊരു വ്യത്യാസം ബഡ്ജറ്റും പിന്നെ 2 മെയിൻ കഥാപാത്രങ്ങളുടെയും പ്രായവും മാത്രമാണ്. തുടക്കത്തിൽ ഈ ചിത്രത്തിന് ബഡ്ജറ്റ് പിച്ച് ചെയ്തത് ഒരു $1 million എന്നാൽ ശരിക്കും ഇതിന് വേണ്ടി വന്നത് $30 million. ഡേമിയൻ ഷസീറിൻ്റെ തന്നെ 2009 ഇറങ്ങിയ ഗായ് ആൻഡ് മാഡലിൻ ഓൺ എ പാർക്ക് ബെഞ്ച് എന്ന സിനിമയുടെ ഐഡിയ വെച്ചാണ് ലാ ലാ ലാൻഡും പിച്ച് ചെയ്തത്. എന്നാൽ ഇതിന് ആരെങ്കിലും ഇത് ഓക്കെ പറയാൻ 6 വർഷം വേണ്ടി വന്നു. ലാ ലാ ലാൻഡിൻ്റെ ഷൂട്ട് തുടങ്ങുന്ന വൈകുന്ന കണ്ടിട്ട് സംവിധായകൻ ഡേമിയൻ വിപ്ലാഷ് എന്ന സിനിമയുടെ ഒരുക്കങ്ങൾ തുടങ്ങി. ആ സിനിമയ്ക്ക് 3 ഓസ്കാർ കിട്ടിയതോടുകൂടി പ്രൊഡ്യൂസർമാർക്ക് ലാ ലാ ലാൻഡ് ഫൈനാൻസ് ചെയ്യാനുള്ള ധൈര്യവും കിട്ടി. ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഏതാണ്ട് 3 മാസത്തോളം നീണ്ടു നിന്നു. ഡേമിയനും മറ്റ് താരങ്ങളും ലോസ് ആഞ്ചലസിലെ കുറേ വെയർഹൗസുകളിൽ വെച്ചാണ് ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്തത്. റയൻ ഗോസ്ലിംഗ് പിയാനോ വായിക്കാൻ പഠിച്ചപ്പോൾ എമ്മ സ്റ്റോൺ ഡാൻസ് പ്രാക്ടീസുമായി മുന്നോട്ട് പോയി. റയൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹം ആഴ്ചയിൽ 6 ദിവസം മിനിമം 2 മണിക്കൂറെങ്കിലും പിയാനോ പഠിക്കുമായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ പഠിച്ച മറ്റൊരാളാണ് ഗ്രാമി ജേതാവും പിയാനിസ്റ്റുമായ ജോൺ ലെജൻഡ്. ഗിറ്റാർ വായിക്കാനാണ് അദ്ദേഹം പഠിച്ചത്. ജസ്റ്റിൻ ഹെർവിറ്റ്സ് ആണ് ഈ സിനിമയുടെ മ്യൂസിക്കിനെ ഇതിൻ്റെ ക്ലാസിക് തീമിനൊപ്പം റയനിൻ്റെയും എമ്മയുടെയും മോഡേൺ ശബ്ദങ്ങൾ തമ്മിൽ മിക്സ് ചെയ്ത് ഒരു യുണീക്ക് ടച്ച് കൊണ്ടുവന്നത്. ഇവരുടെ തന്നെ ശബ്ദം ഉപയോഗിക്കാൻ കാരണം ഇവരുടെ ശബ്ദങ്ങൾക്ക് പാട്ടുകളുടെ അത്രയും പെർഫെക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഈ സിനിമയ്ക്ക് ഒരു ഒത്തൻറ്റിക് ഫീലും നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഏകദേശം 1 വർഷം മുന്നേ തന്നെ ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ലാ ലാ ലാൻഡ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഓഗസ്റ്റ് 2015 തൊട്ട് ഒക്ടോബർ 2015 വരെയാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് ഒരു ട്രാഫിക് ജാമിൽ നടക്കുന്ന ഒരു ഡാൻസ് സീക്വൻസ് ആണ്. ഇത് ഷൂട്ട് ചെയ്യാൻ എടുത്തത് 48 മണിക്കൂറാണ്. ഈ ഒരു സീനിനായി സാൻഡിയേഗോയിലെ 2 ഫ്രീവേസ് ബ്ലോക്ക് ചെയ്തിരുന്നു. ഇതിനു വേണ്ടിയുള്ള റിഹേഴ്സൽ ആരംഭിച്ചത് മെയ്യിൽ പ്രൊഡക്ഷൻ ഓഫീസിൻ്റെ പുറകിലുള്ള ഒരു പാർക്കിംഗ് ലോട്ടിൽ വെച്ചാണ്. മിനിയേച്ചർ കാറുകളിൽ പോസ്റ്റ്-ഇറ്റ് നോട്ടുകൾ വെച്ചാണ് ഇതിൻ്റെ പ്രാക്ടീസ് നടന്നത്. ഷൂട്ട് ചെയ്യേണ്ട ദിവസം 6 മണിക്കൂറോളം റിഹേഴ്സൽ ചെയ്തിട്ടാണ് എടുത്തത്. ക്യാമറ കണ്ണിൽ പെടാതെ കൊറിയോഗ്രാഫർ മാൻഡി മോർ ഒരു കാറിനുള്ളിൽ നിന്ന് ആർട്ടിസ്റ്റുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള സീനുകൾ ലോസ് ആഞ്ചലസിലെ 60ഓളം ലൊക്കേഷനിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. മിക്ക സീനുകളും സിംഗിൾ ഷോട്ടുകളാണ്. മിയയുടെ കാർ കണ്ടുപിടിക്കാൻ സെബാസ്റ്റ്യൻ സഹായിക്കുന്ന സീനും തുടർന്നുള്ള ഡാൻസ് സീക്വൻസും ഒറ്റ ടേക്ക് മാത്രമാണെന്നല്ല, അത് സൺസെറ്റിൽ എടുക്കേണ്ട ഷോട്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ 1/2 മണിക്കൂർ മാത്രമൊക്കെ അത് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ ശരിയായില്ലെങ്കിൽ പിന്നെയും 1 ദിവസം കാത്തിരിക്കണം ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ. ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനെടുത്തത് 8 ടേക്കും 2 ദിവസവുമായിരുന്നു. ഇതുപോലത്തെ മ്യൂസിക്കൽ സീനുകൾ എടുക്കുന്നത് ഓരോ ടേക്കിലും ലൈവായിട്ട് ആർട്ടിസ്റ്റുകൾ തന്നെ പാടിയാണ്. എന്നാൽ സംവിധായകൻ്റെ ഫോക്കസ് പാട്ട് പാടുന്നതിലുള്ള ഇമോഷനിലായിരുന്നു, ടെക്നിക്കലല്ല. ഡാൻസ് കളിക്കുന്ന സമയത്തും അവരെ കൊണ്ട് പറ്റാവുന്ന മാത്രം ചെയ്താൽ മതി എന്നായിരുന്നു സംവിധായകൻ്റെ നിർദ്ദേശം. എമ്മ സ്റ്റോൺ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതനുസരിച്ച് അവർ സ്റ്റെപ്പുകൾ തെറ്റിച്ചാലും സംവിധായകൻ യാതൊരു കുഴപ്പവുമില്ല, അദ്ദേഹം അവർക്കൊപ്പം ചിരിക്കുമായിരുന്നു എന്നാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് ഏതാണ്ട് 2 വർഷം മുഴുവൻ എടുത്താണ് ചെയ്തത്. ഡേമിയൻ്റെ തന്നെ വിപ്ലാഷ് എന്ന സിനിമയ്ക്ക് ഓസ്കാർ ലഭിച്ച ടോം ക്രോസ് ആണ് ഇതിൻ്റെയും എഡിറ്റർ. അദ്ദേഹം പറഞ്ഞത് ലാ ലാ ലാൻഡ് എഡിറ്റ് ചെയ്യാനാണ് കുറച്ചും കൂടെ കഷ്ടപ്പെട്ടത് എന്നാണ്. ജസ്റ്റിൻ ഹെർവിറ്റ്സ് ഈ സിനിമയുടെ എഡിറ്റിങ്ങിലും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്രോസ് ഒരു വശത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ഹെർവിറ്റ്സ് മറുവശത്ത് സ്കോർ അപ്പ് ചെയ്യാനുള്ള ക്യൂസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ സ്കോറിനനുസരിച്ചാണ് അവർ സീനുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ പടവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരുമിച്ചാണ് ഡെവലപ്പായി വന്നത്. ഈ സിനിമയുടെ പ്രീമിയർ നടക്കുന്നത് ഓഗസ്റ്റ് 31, 2016 വെന്നീസ് ഫിലിം ഫെസ്റ്റിവൽ വെച്ചാണ്. ജനുവരി 9 7 ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ ജയിച്ച് ഏറ്റവും കൂടുതൽ ഗോൾഡൻ ഗ്ലോബ് കിട്ടിയ സിനിമയായി റെക്കോർഡും സൃഷ്ടിച്ചു. 14 ഓസ്കർ നോമിനേഷനുകളാണ് ഈ പടത്തിന് കിട്ടിയത്. ഇത്രയും നോമിനേഷൻസ് കിട്ടിയ മറ്റ് സിനിമകൾ ടൈറ്റാനിക്കും ഓൾ അബൌട്ട് ഈവും മാത്രമാണ്. ഇത്രയും അവാർഡുകൾ ലഭിച്ച് പഴയ ഹോളിവുഡിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു വിസ്മയം തന്നെയായിരുന്നു ലാ ലാ ലാൻഡ്.